ഓസ്ട്രിയൻ കിരീടാവകാശി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് രാജകുമാരന് ഒരു ദിവസം കടൽ തീരത്തു കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരു സെർബിയൻ യുവാവ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതാണ് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാവാനുള്ള പെട്ടെന്നുള്ളൊരു കാരണം എന്ന് പറയുന്നത്. ഇത് 10ാം ക്ലാസ്സിൽ പണ്ട് ഞാനൊക്കെ പഠിച്ച സമയത്ത് അന്ന് വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയിരുന്നു. ആ ഒരു യുവാവിന് അങ്ങനെ വെടിവെക്കാൻ തോന്നിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഫസ്റ്റ് വേൾഡ് വാർ നടക്കില്ലായിരുന്നു എന്നിങ്ങനെ വെറുതെ ചിന്തിക്കുകയായിരുന്നു. പക്ഷേ പലരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. ഇന്ന് വരെ ലോകത്തുണ്ടായ എല്ലാ മനുഷ്യനിർമ്മിത പ്രശ്നങ്ങളും ഏതെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ നെഗറ്റീവ് ചിന്തയിൽ നിന്നായിരിക്കും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. നമുക്കറിയാം, ലോകത്ത് നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ, അതേപോലെ കലാപങ്ങൾ, ഇതൊക്കെ ആരുടെയെങ്കിലും തലയിൽ ഉദിച്ച നെഗറ്റീവ് ചിന്തയിൽ നിന്നാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ലോകത്ത് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്തരം നെഗറ്റീവ് ചിന്തകൾ സ്പ്രെഡ് ചെയ്യുന്നവരെ ഇടയിൽ പോസിറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ പോസിറ്റീവ് വൈബുകൾ നമുക്ക് നൽകുന്ന ഒരുപാട് ആളുകളും ലോകത്തുണ്ട്. ഈ ഒരു നെഗറ്റീവ് ചിന്ത എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഒരു പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, നമുക്കതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ അവരെന്താണ് അങ്ങനെ കൊണ്ടു നടക്കാനുള്ള ഒരു കാരണം ചോദിക്കുന്നത്, അവർക്ക് ഒന്നുകിൽ ആ ഒരു വ്യക്തി ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ആങ്സൈറ്റി, ഉത്കണ്ഠകൾ ഒരുപാടുള്ള ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടായിട്ടുള്ള ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള സമയത്താണ് ഒരാളുടെ ചിന്തയിൽ നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് കയറിക്കൂടുക. ഒരു വ്യക്തി നിരന്തരമായ നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാക്കും. അതായത് സ്കിസോഫ്രീനിയ, ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ OCD, ഇതുപോലെയുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. അമേരിക്കൻ സൈക്കോളജിസ്റ്റായ ആരോൺ ബെക്കിൻ്റെ ഒരു മനോഹരമായ ഒരു പുസ്തകമുണ്ട്, കോഗ്നിറ്റീവ് തെറാപ്പി. ഈ ഒരു പുസ്തകത്തിൽ ആരോൺ ബെക്ക് പറയുന്നുണ്ട്, അവർ തോട്ട്സ് ആർ ദ റിസൾട്ട് ഓഫ് അവർ ഫീലിങ്സ്. അതായത് നമ്മളെ ഈ തോട്ട്സ് എന്ന് പറയുന്നത് നമ്മളെ ഫീലിങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഒരു മനുഷ്യന് അയാളുടെ സോഷ്യൽ ലൈഫിൽ, അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ, അല്ലെങ്കിൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആ ഒരു ലൈഫിൽ അങ്ങനെ അയാൾക്ക് എന്തെങ്കിലും ഫീലിങ്സ്, ആ ഒരു ഫീലിങ്സിൽ നിന്നുമാണ് അയാളുടെ ചിന്തകൾ രൂപപ്പെട്ട് വരുന്നത്. മോശമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ മോശമായ അന്തരീക്ഷങ്ങളുള്ള സ്ഥലത്ത് ജോലി ചെയ്യുക, ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒരാൾക്ക് ഉണ്ടാകുന്ന സമയത്ത് ആ ഫീലിങ്സിൽ നിന്നുമാണ് അയാളുടെ ചിന്തകൾ നെഗറ്റീവാണോ അല്ലെങ്കിൽ പോസിറ്റീവാണോ അങ്ങനെ ആയി രൂപപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും അതേപോലെ നമ്മളെ ഫാമിലി ലൈഫിലാണെങ്കിലും സോഷ്യൽ ലൈഫിലും ആണെങ്കിലും ഒക്കെ തന്നെ ഡീൽ അവർ തോട്ട്സ് ഇൻ്റലിജൻ്റ്ലി. അതായത് നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മളെ ചിന്തകളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചിന്തകൾ പോലും എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിക്കെയിം ദ പാർട്ട് ഓഫ് അവർ റെഗുലർ ബിഹേവിയർ. അതായത് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കാണിക്കുന്ന നമ്മളെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മാറും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തോ ഒക്കെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ നെഗറ്റീവായ ചെറിയ ചിന്തകൾ പോലും പിന്നീടുള്ള നമ്മളെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിട്ടത് മാറും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെ ബോസ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമ്മളോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ആ ബോസിനോട് ഇനി ഒരു അവസരം വരട്ടെ, തിരിച്ച് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന തരത്തിൽ നമ്മളെ ചിന്തകൾ ഇങ്ങനെ നിരന്തരം കൊണ്ടു നടക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്ന ഒരു സുഹൃത്ത് അയാൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ അയാളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കാനിട വരും. കാരണം നമ്മളെ ഈ ഒരു നെഗറ്റീവ് ചിന്ത നമ്മളെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായി. കാരണം നമ്മൾ ഈ ചിന്തകളെല്ലാം അൺകോൺഷ്യസ് മൈൻഡിലേക്കാണ് പോകുന്നത്. നമ്മളെ അൺകോൺഷ്യസ് മൈൻഡ് അത് ക്യാച്ച് ചെയ്യുകയും അത് നമ്മളെ ജീവിതത്തിൻ്റെ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടത് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്, നെഗറ്റീവ് ചിന്തകളോട് എപ്പോഴും നോ പറയുക. സാധാരണയായിട്ട് സൈക്കോളജിസ്റ്റൊക്കെ പറയുന്ന ഒരു വാക്കാണത്, നെഗറ്റിവിറ്റി ബ്രീഡ്സ് നെഗറ്റിവിറ്റി. ഈ നെഗറ്റിവിറ്റി എപ്പോഴും നമുക്ക് നെഗറ്റിവിറ്റി മാത്രമേ തരുള്ളൂ, അതൊരു പോസിറ്റീവായ ചിന്തയോ ലൈഫോ നമുക്ക് ഒരിക്കലും തരികയില്ല. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു വശം എന്ന് പറയുന്നത്. നെഗറ്റീവ് ചിന്ത ഒഴിവാക്കാനുള്ള ടെക്നിക്സൊക്കെ ഉണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം
അവർ നെഗറ്റീവ് തോട്ട്സ്. എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകൾ, മോശമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് അറ്റ് ദ ഫസ്റ്റ് വെരി മൊമെൻറ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നോ പറയുക. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തെങ്കിലും വരുന്ന സമയത്ത് ഡിലീറ്റ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ എന്തെങ്കിലും വാക്കുകൾ, ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അപ്പോൾ തന്നെ മായ്ച്ചു കളയുക. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാവുന്ന രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ട് എ തോട്ട് ഡയറി. അതായത് എല്ലാ ദിവസവും രാത്രി ഒരു ഡയറി എഴുതുക. അതായത് ഡയറിയുടെ ഇടതുവശത്ത് നമ്മൾ നെഗറ്റീവ് ചിന്തകൾ, ആ ദിവസം നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് ചിന്തകളാണ് ചിന്തിച്ചത് എന്ന് നമ്പർ ഇട്ട് എഴുതി വെക്കുക. അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തത് എന്തൊക്കെയാണ്, ഇത് രണ്ടും ഒരു ഡയറിയുടെ ലെഫ്റ്റ് സൈഡിൽ നമ്പർ ഇട്ട് എഴുതുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ പോസിറ്റീവ് തോട്ട്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ ലെഫ്റ്റിൽ എഴുതിയ ഒന്നാമത്തെ നെഗറ്റീവ് ചിന്ത എന്താണോ അത് എനിക്ക് എങ്ങനെ ചിന്തിക്കാമായിരുന്നു, പോസിറ്റീവായ തരത്തിൽ എനിക്ക് എങ്ങനെ ചിന്തിക്കാമായിരുന്നു എന്ന് അവിടെ എഴുതി വെക്കുക. രണ്ടാമത്തേത് നമ്മൾ എന്ത് നെഗറ്റീവ് കാര്യങ്ങളാണോ ചെയ്തത് അത് എനിക്ക് പോസിറ്റീവായിട്ട് എങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് റൈറ്റ് സൈഡിൽ എഴുതി വെക്കുക. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഇന്നൊരു സുഹൃത്തിനോട് മോശമായിട്ട് പെരുമാറി, അതെനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ആ സുഹൃത്തിനോട് എങ്ങനെ പെരുമാറായിരുന്നു എന്ന് അവിടെ റൈറ്റ് സൈഡിൽ എഴുതി വെക്കുക. ഇങ്ങനെ നമ്മൾ നിരന്തരം ഈ ഒരു ഡയറി നമ്മൾ എഴുതുകയാണെങ്കിൽ അത് വലിയ റിസൾട്ട് നമുക്കുണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ. നമ്മളെ സ്വഭാവ രൂപീകരണത്തിനും മോശമായ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ മാറ്റിക്കൊണ്ട് നല്ല പോസിറ്റീവ് പ്ലസൻറ്റ് ലൈഫ് നമുക്ക് കിട്ടാനുള്ള, നമ്മളെ ഹാപ്പി ലൈഫ് കിട്ടാനുള്ള വലിയൊരു റിസൾട്ട്. ഒരുപാട് ആളുകൾ ഇത് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞ ഒരു ടെക്നിക്കാണിത്. ഈ ഒരു ടെക്നിക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മളതിൽ നിന്നും റിക്കവർ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. മിറർ ടെക്നിക്ക് എന്ന് പറയുന്നതിന്, ഈ മിറർ ടെക്നിക്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നെഗറ്റീവ് ചിന്തകൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ അറിയാതെ നമ്മളിങ്ങനെ ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ അതിൽ നിന്നും റിക്കവർ ചെയ്ത് നമ്മൾ സ്വയം ചോദിക്കുക, ഈ ഒരു നെഗറ്റീവ് ചിന്ത ഞാൻ ചിന്തിച്ചത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചിന്തിക്കുക. പിന്നെ നമ്മൾ ചോദിക്കുക, ഇതുവരെ ഞാൻ മുമ്പൊക്കെ അങ്ങനെ ഇതേപോലെ നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും എനിക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ടോ മുമ്പ് എന്ന് ചിന്തിക്കുക. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം പോസിറ്റീവായ കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ എനിക്ക് എന്തെല്ലാം നേട്ടം ഉണ്ടാകുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ഒരു 3 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനോട് നമ്മൾ സ്വയം ചോദിച്ച് ഈ ഒരു ശീലം നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിലും വലിയൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ വരുന്നത് ഓവർ തിങ്കിങ്ങിൽ നിന്നാണ്. നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തിക്കുന്ന സമയത്താണ് ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ നമ്മളെ മനസ്സിനെ കീഴടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോളജിസ്റ്റൊക്കെ പറയാറുള്ള ഒരു വാക്കാണ് ഓവർ തിങ്കിങ് ലീഡ്സ് ടു നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ് ലീഡ്സ് ടു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ലീഡ്സ് ടു നെഗറ്റീവ് ഡിസിഷൻസ് എന്ന് പറയാറുണ്ട്. അതായത് അനാവശ്യമായിട്ട് ഒരുപാട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നെഗറ്റീവ് ചിന്തകളിലേക്ക് നമ്മളെ നയിക്കുന്നു. ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ഒരുപാട് കൊണ്ടു നടക്കുമ്പോൾ അത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സിലേക്ക് നമ്മളെ നയിക്കുന്നു. അതായത് നമ്മളെ അൺകോൺഷ്യസ് മൈൻഡ് ഈ നെഗറ്റീവ് ചിന്തകളെ സ്വീകരിക്കുന്നു, അത് നമ്മളെ പാർട്ട് ഓഫ് ബിഹേവിയറായിട്ട് മാറി നമ്മളെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സിലേക്ക് അത് നയിക്കുന്നു. അത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ, അതായത് നെഗറ്റീവ് ഡിസിഷനിലേക്ക് നമ്മളെ നയിക്കുന്നു. അതായത് നമ്മുടെ ജീവിതത്തിലെ മോശമായ തരത്തിൽ ബാധിക്കാനിട വരുന്ന നെഗറ്റീവ് ഡിസിഷനിലേക്കാണ് ഈ നെഗറ്റീവ് ചിന്ത അൾട്ടിമേറ്റ്ലി പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാൻ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. ഈ നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് ഡിലീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒഴിവാക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് നല്ല ഒരു ലൈഫ്, പോസിറ്റീവ് ലൈഫ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.